അച്ചാർ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക. ബാങ്കിൽ പോയി, പക്ഷെ പരിപാടി നടന്നില്ല. അതിന് ഹോം ബ്രാഞ്ചിൽ തന്നെ പോണത്രേ. ഇന്ന് കൊണ്ടുവന്ന പച്ചക്കറി കഴിഞ്ഞ് നാളെ ഉണ്ടാക്കാം. എന്നെ കൊണ്ട് വയ്യ, സത്യം പറയാലോ. ഇതാണ് സെറ്റപ്പ്. രണ്ട് സൈഡിൽ ഓരോ കുട, അതിനകത്ത് പവർഫുൾ ആയിട്ടുള്ള 2 ബൾബ്, ഇങ്ങനെ 2 കാല്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ബാങ്കിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഇ-കോമേഴ്സ് ഇൻ്റർനാഷണൽ കാര്യങ്ങൾക്ക് വർക്ക് ആവണില്ല. അതിനെന്തോ ലിമിറ്റേഷനോ അതെന്തോ ഡിസേബിളായി കിടക്കണം. അത് ഇനേബിൾ ചെയ്യണം. എൻ്റെ ഈ ഫോണിനകത്ത് ആപ്പും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ബാങ്കിൽ പോയിട്ട് തന്നെ അത് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി നോക്കട്ടെ. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരാം. ഈ വെയിലത്ത് ഇഞ്ച് വയ്യ കറങ്ങാൻ. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. ബാങ്കിൽ പോയി, പക്ഷെ പരിപാടി നടന്നില്ല. അതിന് ഹോം ബ്രാഞ്ചിൽ തന്നെ പോണത്രേ. വേറെ ഒരു ബ്രാഞ്ചിൽ നിന്ന് ചെയ്യാൻ പറ്റൂല എന്നാണ് പറയണത്. ഹോം ബ്രാഞ്ചിലേക്ക് പോകണം, അതല്ലെങ്കിൽ ഹോം ബ്രാഞ്ചിലേക്ക് മെയിൽ അയച്ച് അവർ ശരിയാക്കണം. മറ്റുള്ള ബ്രാഞ്ചുകൾക്ക് ആക്സസ് കുറവാണ്. എല്ലാ എന്താ പറയുക, സർവീസും കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല അത്ര. 2 ബാങ്കിലും പോയതാണ്. ഒരു ബാങ്കത്തെ കാര്യം ഞാൻ അപ്ലൈ പറഞ്ഞല്ലോ. അത് ഇനി ഇമെയിൽ അയച്ചിട്ട് റെഡിയാക്കണം ഹോം ബ്രാഞ്ചിലേക്ക്. രണ്ടാമത്തെ ഫെഡറൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതാണ് ഞാൻ. അവരത് പ്രൊസീഡ് ചെയ്തിട്ടില്ല നെറ്റിൽ. അതുകൊണ്ട് ഇതുവരെ ഇഷ്യൂ ആയിട്ടില്ല. അതായത് കാർഡ് അവർ അവിടുന്ന് അയക്കണ്ടേ, പരിപാടി ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പോരുന്ന വഴിക്ക് പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു. കായം, മാഗി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മുരിങ്ങക്കായ, സാമ്പാർ ഉണ്ടാക്കണം. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടി പോലെ. ഒരു സാധനം വാങ്ങുന്നില്ല, ഒരു സാധനം ഉണ്ടാക്കുന്നുമില്ല അടുക്കളയിൽ കയറിയിട്ട്. അപ്പോൾ മടിയൊക്കെ ഒന്ന് മാറ്റാമെന്ന് കരുതി. 1-2 ദിവസത്തിന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കട്ടെ അടുക്കളയിൽ കയറിയിട്ട്. നാളെ ഫേവറേറ്റ് സാധനം മെയിൻ ആയിട്ട് മുടി കൊഴിച്ചിലേ. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചില് ഈ തലയിൽ എവിടെ മുടി? പുരുഷന്മാരിൽ അത്ര മുടി കൊഴിച്ചില് കൂടുതൽ കാണാറുണ്ടോ നിങ്ങൾക്ക്? തലയിൽ എവിടെയെങ്കിലും മുടി? വല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറയുന്നുണ്ടോ, കമന്റ് ചെയ്യുന്നുണ്ടോ? അതിനുള്ള സൊല്യൂഷൻ സ്പ്രേ അതൊക്കെ പൈസ മുടക്കിയിട്ടുള്ള മെഡിക്കൽ സെറ്റപ്പ് ഒക്കെ ആയിരിക്കില്ലേ? അറിയില്ല. ഞാനിത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഒരുപാട് കൊഴിയുന്നുണ്ട്. എന്ത് യൂസ് ചെയ്തിട്ടും ഒരു ഇതുമില്ല. പിന്നെ അച്ഛൻ പറയാറുണ്ടല്ലോ, എന്താ മോണസോട്ടിരിയ, അങ്ങനെ എന്തോ മോണസോട്ടില്ല, എന്തോ ഒരു കെമിക്കൽ. അത് വൺസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ മുടി അടർത്തിയോട് വൺസ് സ്റ്റോപ്പ് ചെയ്താൽ കൈയോടെ വരൂ തരം മുടി. മാങ്ങല്ലേ, നമുക്ക് തേച്ചിട്ട് മാങ്ങാച്ചാറുണ്ടാക്കിയാലോ? അത് വലിയ വലിയ കഷ്ണങ്ങളാവുമല്ലോ. ചിലര് കണ്ടില്ലേ ഇപ്പൊ പൊടി 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 പൊടിയാക്കിട്ട്. 2 മണി ആവാറായി. ലഞ്ച് കഴിക്കാൻ നേരത്ത് ഇപ്പോഴാണ് ആലോചിക്കണത് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പകരം സ്രാവ് വറുത്തിട്ടുണ്ട്, അതുപോലെ ഉണക്കമുളകുണ്ട്, പിന്നെ ഇതാ അമ്മൂൻ്റെ ടെക്നിക്സ്, പുളി, മുളക്, എണ്ണ, എന്തൊക്കെയോ ചേർത്തിട്ടുള്ള എന്തൊക്കെയോ പരിപാടി. ഇതിന് എന്തെങ്കിലും പേരുണ്ടോ? പേരൊന്നുമില്ലേ? ഇതൊക്കെ നാടൻ പരിപാടികളാണ്, പണ്ട് കാലത്ത് ചെയ്യണതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തത്. ഇന്ന് കൊണ്ടുവന്ന പച്ചക്കറി കഴിഞ്ഞ് നാളെ ഉണ്ടാക്കാം. എന്നെ കൊണ്ട് വയ്യ, സത്യം പറയാലോ. നമുക്ക് നാളെ ഉണ്ടാക്കാം. ഇയാൾക്ക് വയ്യായിട്ട് കിടക്കണ നേരത്ത്, ചുമ പിടിച്ച് കിടക്കണ നേരത്ത് ഇപ്പൊ എനിക്കിപ്പോ വർക്കും ബാങ്കുമായിട്ട് ഞാനും പോയി. അതൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു ടെൻഷനും ഇല്ല. അങ്ങനെ അടുക്കള കയറാത്ത ആളൊന്നുമല്ല ഇയാള്. അങ്ങനെ ആരും പറയൂല, തെറ്റിദ്ധരിക്കണ്ട. ഈ ഉപ്പേരി ഉണ്ടായിരുന്നില്ലേ? ഞാൻ സത്യം പറഞ്ഞ ഈ സാധനം മറന്നുപോയിട്ടോ. എല്ലാം വിളമ്പിട്ട് വേണം എടുക്കാൻ. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഷൂട്ട് എടുക്കണം എന്നുണ്ട്. ഗ്രീൻ സ്ക്രീൻ ഓണാക്കി നമ്മുടെ മൈൻഡ് വേവ്സ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കണം എന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനം ഇടയ്ക്കൊക്കെ. ഇതാണ് നമ്മുടെ ചാനലിന് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം യൂട്യൂബിൻ്റെ വക. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് 4 വർഷം മുമ്പ്, എനിക്കറിയാം. എന്നാലും ഇതാണ് സെറ്റപ്പ്. 2 സൈഡിൽ ഓരോ കുട, അതിനകത്ത് പവർഫുള്ളായിട്ടുള്ള 2 ബൾബ്, ഇങ്ങനെ 2 കാല്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ മൊത്തം പരിപാടികൾ നടക്കുന്നത്. നമ്മുടെ മൈക്ക്, എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഈ കാണുന്നത് വെറുതെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കവറല്ല. ഈ കവറിനകത്തും ഒരു ബൾബ് ഉണ്ട്, സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു ബൾബ്. ഈ കവർ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഡിഫ്യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. മുഖത്തോട്ട് വല്ലാണ്ട് അടിക്കില്ല.
മാങ്ങ എന്തായാലും അമ്മ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടും, ബേസിക് ഐഡിയ. അത് മതിയല്ലോ ഉണ്ടാക്കാൻ. കുറെ കാലം മുമ്പ് അച്ചാറുണ്ടാക്കിയോണ്ട് സംഭവം മറന്നുപോയി. യൂട്യൂബിൽ ഒരു വീഡിയോ കിട്ടി, ഒരു ഷോർട്ട് വീഡിയോ ആണ്. അത് മതിയല്ലോ, ധാരാളമാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കഴിച്ച് നോക്കിയതിന് ശേഷം പറയാം. പരീക്ഷണമാണ്. ഇവിടെ അതുകൊണ്ട് അവിടെ ദൂരെ ഒരു വീട് കാണുന്നുണ്ടോ? ഇതോ ഈ വീട്. ആ വീട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ ഇപ്പോൾ ഒരു 3-4 ദിവസമായി മരിച്ചിട്ട്. അവരതിനെ കൊണ്ട് ഇത് കൂടെ ഇങ്ങനെ നടത്തിക്കാനും അപ്പീടിക്കാനൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഭയങ്കര ഒരു തടിയനായിട്ടുള്ളൊരു നായ. ഭൈരവ് എന്നാണ് പേര്. മരിച്ചു അത്. അതിൻ്റെ കാലിന് എന്തോ ഒരു സുഖമില്ലാണ്ടായിരുന്നു. ഓപ്പറേഷനൊക്കെ എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചതാണ്. അതിന് ശേഷം അത് പ്രശ്നമായി. ഞൊണ്ടിയിട്ടാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ അമ്മയുടെ അടുത്ത് അവർ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. എത്ര വിഷമം ഉണ്ടാവൂലേ. നമ്മൾ വീട്ടിലത്തെ കുട്ടികളെ വളർത്തണ പോലെയല്ലേ നായിനെ വളർത്തുക. അച്ചാർ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, അതിനകത്തോട്ട് കടുകിടുക, ഉണക്കമുളക് ഇടുക, കുറച്ച് കറിവേപ്പില ഇടുക, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടുക. അത് കഴിഞ്ഞ് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക. ഇതിന് ശേഷം നമ്മുടെ മാങ്ങ എടുത്ത് അതിനകത്തോട്ട് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. വെരി സിമ്പിൾ. അച്ചാറുണ്ടാക്കൽ കഴിഞ്ഞു ഗൈസ്. അച്ചാറുണ്ടാക്കൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ അച്ചാർ. ഇന്ന് ട്യൂഷനൊരു പുതിയ കുട്ടി ചേർന്ന് പറഞ്ഞില്ലേ, ആ കുട്ടി വരുന്നുണ്ട്. ആ കുട്ടീനെ ഫോൺ വിളിക്കണ്. ആ കുട്ടി വരാറുണ്ട്. ആ കുട്ടിയുടെ പിന്നാലെ കുറച്ച് പേര് കൂടി വന്ന സംഭവം അടിപൊളിയായനെ. എന്ത് പറഞ്ഞു ട്യൂഷൻ കുട്ടി അമ്മയും ആ പോണവരല്ലേ? ആ ഇവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ ശക്തിവേൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ, അവന്റെ വീടിന് അടുത്താണ്. എന്താ പറയണവര്? എന്താ തീരുമാനം? ആ കുട്ടി പറയുന്നത് എന്താക്കി, അക്കൗണ്ട്സ് മാത്രം മതി, തിയറി ഞാൻ തന്നെ പഠിച്ചോളാം, കോൺസെപ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചോളാം, അക്കൗണ്ട്സ് മാത്രം മതി. അത് നല്ല വൈസ് ഡിസിഷൻ. ശരി, ഓക്കെ. ആദ്യം ഒരു 3 സബ്ജക്ട് ചോദിച്ചു. അക്കൗണ്ട്സ് വേണത്ര, എക്കണോമിക്സ് വേണത്ര, ബിസിനസ് സ്റ്റഡീസ് വേണത്ര. അതിലാകെ ടഫ് ഉള്ളത് അക്കൗണ്ടൻസിയാ. ഞാനേ അവരുടെ സ്റ്റുഡന്റാ. അപ്പൊ എനിക്കറിയാം അക്കൗണ്ടൻസി മാത്രമാണ് പ്രഷർ ആയത് എനിക്ക്. ബിക്കോസ് ഈ സമയത്ത് അത് അങ്ങനത്തെ പ്രഷർ എടുക്കാൻ പറ്റില്ല. ഇയാള് ഫീസ് പറഞ്ഞപ്പോ മുതലാക്കാൻ 3 സബ്ജക്ട് കൂടി പറയാലോ. ആ ഒരു സബ്ജക്റ്റിനെ ഞാൻ പറഞ്ഞ ഫീസാണ് വാങ്ങിക്കണത് ആൾക്കാർ. അപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അതാണ് ഒഴിവാക്കിയത്. ഇത് വേണ്ട വെച്ചിട്ട് 3 സബ്ജക്റ്റും ഇവിടെ ആവില്ല. ഇത് മാഗി നോക്കിയാ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അച്ചാർ എപ്പടി കയപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണ പോലെ. അത് ഉപ്പ് കുറവായിട്ടാണോ അറിയില്ല, നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ടായി. രസമുണ്ടോ ചമ്മന്തി അച്ചാറ്? രസമുണ്ടോ? ഇഷ്ടമായി. മാഗി ദോശയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. അച്ചാറ് എക്സെപ്ഷണൽ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ ബട്ട് നോട്ട് ബാഡ്. മോശമൊന്നും ആയിട്ടില്ല, കഴിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റ് ഒന്നും ഞാൻ പറയില്ല. കുറെ കാലമായില്ല ഉണ്ടാക്കിയിട്ട്, അതിൻ്റെയൊക്കെ ആയിരിക്കും. പിന്നെ ചുമ്മാ അതൊന്നും പറഞ്ഞിട്ട് വ്ളോഗ് വലിച്ചു നീട്ടുന്നില്ല. ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. ഇത് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.